ഹലോ. നമ്മളുടെ നമുക്കറിയാം നമ്മളുടെ ഒരു എക്സാമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തിരക്കുകളിലാണ് നമ്മളെല്ലാവരും അല്ലേ. എക്സാം എങ്ങനെ പഠിച്ചു തുടങ്ങണം, അല്ലെങ്കിൽ എങ്ങനെ പഠിച്ചാലാണ് നമുക്ക് എക്സാമിൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക മുതലായിട്ടുള്ള നിരവധി സംശയങ്ങളുമായിട്ട് നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് നമ്മളുടെ ഈ ഒരു ഈ ഒരു ഈ ഒരു മാസം അല്ലെങ്കിൽ ഈ ഒരു ഘട്ടം എന്ന് പറയുന്നത്. നമുക്ക് ഈ വരുന്ന ഡിസംബറിൽ എക്സാമിന് വേണ്ടിയിട്ട് എങ്ങനെയെല്ലാം തയ്യാറെടുക്കാം, അല്ലെങ്കിൽ എങ്ങനെ തയ്യാറെടുപ്പുകൾ നടത്തിയാലാണ് നമുക്ക് മികച്ച സ്കോർ ലഭിക്കുക മുതലായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ലേണേഴ്സ് നിരവധി സംശയങ്ങളുമായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പൊ ഈ ഒരു സമയം ലേണേഴ്സിന്റെ കൂടെ നിന്നുകൊണ്ട് ലേണേഴ്സിന് എങ്ങനെ പരീക്ഷയിൽ കൂടുതൽ മികച്ച തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ട് എങ്ങനെ പരീക്ഷ വിജയകരമായി പൂർത്തീകരിക്കാം എന്നൊരു സഹായം, അല്ലെങ്കിൽ നിങ്ങളെ എപ്രകാരം മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എപ്രകാരം നിങ്ങളുടെ പരീക്ഷയിൽ ഒരു സഹായിയായിട്ട് നമുക്ക് കൂടെ നിൽക്കാം എന്ന രീതിയിലാണ് ലേൺ വൈസ് ഇഗ്നു എക്സാം പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ് ആരംഭിച്ചിട്ടുള്ളത്. അപ്പൊ അതിനകത്ത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ബി എ സോഷ്യോളജിയുടെ ബി എ സോഷ്യോളജി സ്റ്റുഡൻസിന്റെ അല്ലെങ്കിൽ ബി എ സോഷ്യോളജിയിലുള്ള ലേണേഴ്സിനെ എങ്ങനെയാണ് ബി എ സോഷ്യോളജി എന്ന കോഴ്സിനകത്ത് കൂടുതൽ മാർക്ക് അച്ചീവ് ചെയ്യാനും, അല്ലെങ്കിൽ ഏതെല്ലാം തരത്തിലുള്ള പ്രിപ്പറേഷൻസ് നടത്താൻ കഴിയും എന്നുള്ള രീതിയിലുള്ള ഒരു ഡിസ്കഷൻ ആണ് ഇന്ന് നമ്മൾ നടത്തുന്നത്. ഓക്കെ. ഇതിനകത്ത് നമുക്ക് പലപ്പോഴും അറിയാം നമ്മളുടെ കോഴ്സ് എന്ന് പറയുന്നത്, നമ്മുടെ കോഴ്സിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്, നമ്മുടെ ബി എ സോഷ്യോളജിയുടെ ഒരു കോഴ്സ് സ്ട്രക്ചർ എന്ന് പറയുന്നത് 3 വർഷമാണ്. മൂന്ന് വർഷം മുതൽക്കാണ്. ഓക്കെ, 3 വർഷം വരെയാണ്. അപ്പൊ നമ്മൾ ഈ 3 വർഷത്തിനിടയിൽ നമ്മളുടെ കോഴ്സ് വരുന്നത്, നമുക്ക് എക്സാം എന്ന് പറയുന്ന ഒരു ഘട്ടം വരുന്നത്, ടേമിന്റെ എക്സാം എന്ന് വരുന്നത് വർഷത്തിൽ ഒരു തവണയാണ് അല്ലെ. അപ്പൊ പക്ഷെ നമ്മുടെ കോഴ്സ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്ന രീതി എന്ന് പറയുന്നത്, നമുക്ക് സെമസ്റ്റർ വൈസ് ആയിട്ടാണ് നമ്മൾക്ക് കോഴ്സിന്റെ ക്ലാസ് സ്ട്രക്ചർ നൽകിയിട്ടുള്ളതെങ്കിലും നമ്മൾക്ക് എക്സാം വരുന്നത് ഇയർലി വൺസ് ആണ്. ആ സമയത്ത് നമ്മൾ ഒരു വർഷത്തെ, അതായത് ഫസ്റ്റ് ഇയറിനകത്തെ ഫസ്റ്റ് സെമസ്റ്റർ, സെക്കൻഡ് സെമസ്റ്റർ എന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിലും, അല്ലെങ്കിൽ ക്ലാസ്സുകൾ സ്ട്രക്ചർ ചെയ്തിട്ടുള്ളതെങ്കിലും, നമ്മൾക്ക് എക്സാം വരുന്ന സമയത്ത് നമ്മൾ ഈ രണ്ട് സെമസ്റ്ററുകളെയും ക്ലബ് ചെയ്തുകൊണ്ടാണ് നമുക്ക് പരീക്ഷ എഴുതേണ്ടതായിട്ട് വരുന്നത്. ഇപ്പോൾ ബി എ സോഷ്യോളജിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഫസ്റ്റ് സെമസ്റ്ററിൽ 44 ക്രെഡിറ്റിനാണ് നമുക്ക് പരീക്ഷ എഴുതേണ്ടതായിട്ട് വരുന്നത്. അതായത് അതായത് ഫസ്റ്റ് സെമസ്റ്റർ 22 ക്രെഡിറ്റിന്റെ പേപ്പറുകളും 22 ക്രെഡിറ്റ് ഫസ്റ്റ് സെമ്മില്, സെക്കൻഡ് സെമ്മില് 22 ക്രെഡിറ്റ്, ആ രീതിയിലാണ് നമ്മൾ 44 ക്രെഡിറ്റ് എന്നുള്ളത് ഫസ്റ്റ് ഇയറിനകത്ത് പറയുന്നത്. ഇതിനകത്ത് നമ്മൾ പ്രധാനമായിട്ടും നമ്മൾക്ക് 44 ക്രെഡിറ്റ് അല്ലെങ്കിൽ 22 ക്രെഡിറ്റിന്റെ ഫസ്റ്റ് ഇയർ എക്സാമും ഫസ്റ്റ് ഇയർ കോഴ്സും 22 ക്രെഡിറ്റിന്റെ സെക്കൻഡ് ഇയർ സബ്ജക്റ്റുകളും, ഈ രീതിയിലാണ് നമ്മളുടെ കോഴ്സ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. പ്രധാനമായിട്ട് നമുക്ക് ഫസ്റ്റ് ഇയറിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത് 8 പേപ്പറുകളാണ്, 8 സബ്ജക്റ്റുകളാണ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത്. ഇതിന് നമ്മളുടെ ഒരു സബ്ജക്റ്റിന്റെ ഒരു സ്ട്രക്ചർ, അല്ലെങ്കിൽ കോഴ്സ് എങ്ങനെയാണ് നമ്മൾ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് നോക്കുവാണെങ്കിൽ, നമുക്ക് 4 കോർ പേപ്പറുകളാണ് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത്. അതായത് സോഷ്യോളജിയുടെ മെയിൻ വിഷയങ്ങളാവുന്ന, അല്ലെങ്കിൽ സോഷ്യോളജി മെയിൻ വിഷയമാക്കിക്കൊണ്ടുള്ള നമ്മളുടെ കോർ പേപ്പറുകൾ, വിഷയമാക്കിയിട്ടുള്ള സബ്ജക്റ്റുകളെയാണ് നമ്മൾ കോർ പേപ്പേഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കമ്പൽസറി കോർ പേപ്പേഴ്സ് എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ടും നിലനിൽക്കുന്നത് ഏത് തരത്തിലുള്ളതാണ്? ഓക്കെ, നമ്മളുടെ മെയിൻ കോഴ്സ് എന്ന് പറയുന്നത് 4 എണ്ണമാണ്. 4 എണ്ണത്തിന് നമുക്ക് 6 ക്രെഡിറ്റ് എന്ന രീതിയിലാണ് നമ്മളുടെ കോഴ്സ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. അടുത്ത് നമുക്ക് എലക്ടീവ് കോഴ്സസ് ആണ്, അതായത് ഇന്റർ ഡിസിപ്ലിനറി കോഴ്സസ് ഉണ്ട്. അതോടൊപ്പം തന്നെ അഡ്വാൻസ്ഡ് സ്കിൽ എൻഹാൻസ്ഡ് കോഴ്സസ് കൂടെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഈ രീതിയിലാണ് നമ്മളുടെ കോഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഫസ്റ്റ് ഇയറിൽ നമുക്ക് നമ്മളുടെ കോഴ്സ് എന്ന് പറയുന്നത് നിലനിൽക്കുന്നത് എങ്ങനെയാണ്? പ്രധാനമായിട്ടും സബ്ജക്ട് സ്പെസിഫൈഡ് ആയിട്ടുള്ള കോഴ്സസ് പഠിക്കുന്നു, ദെൻ ജനറൽ സ്പെസിഫിക് ആയിട്ടുള്ള പേപ്പേഴ്സ് നമ്മൾ പഠിക്കുന്നു, ദെൻ നമുക്ക് ഒരു എലക്ടീവ് പേപ്പർ എന്ന രീതിയിൽ നമ്മൾ സബ്ജക്ട് പഠിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ എല്ലാ സബ്ജക്റ്റുകളെയും എങ്ങനെയാണ് നമ്മൾ പഠിച്ചെടുക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെ അതിനെ ഈ ഓരോ നമ്മളുടെ സബ്ജക്റ്റിനകത്ത് 8 സബ്ജക്റ്റിനകത്ത് നമ്മൾ ഏതെല്ലാം രീതിയിൽ ഫോക്കസ് ചെയ്താലാണ് നമുക്ക് പഠിക്കാൻ പറ്റുക, അല്ലെങ്കിൽ പഠനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടിപ്സുകൾ എന്തൊക്കെയാണ്, ഏത് രീതിയിൽ എഴുതിയാൽ അതിന് എക്സാം പഠിച്ചാൽ മാത്രം പോരെ, അത് നമുക്ക് നല്ല രീതിയിൽ എഴുതാനുള്ള ഒരു സ്കിൽ കൂടെ വേണം. അപ്പൊ അത് ഏത് രീതിയിൽ എഴുതിയാലാണ് നമുക്ക് മികച്ച മാർക്കുകൾ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുക മുതലായ കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത്
നമ്മളുടെ ഈ ഒരു സെഷനകത്ത് നമ്മൾ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളുടെ ക്രെഡിറ്റ് സിസ്റ്റം ബേസ്ഡ് പറഞ്ഞിരുന്നു. ഓൾറെഡി 6 ക്രെഡിറ്റിന്റെയും 4 ക്രെഡിറ്റിന്റെയും രീതിയിലാണ് നമുക്ക് നമ്മളുടെ കോഴ്സ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ഈ ഒരു സെഷനിലൂടെ നമ്മളുടെ പ്രീവിയസ് പേപ്പേഴ്സിന്റെ ഒരു അനാലിസിസ് നടത്തിക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ ഏത് രീതിയിലുള്ള അല്ലെങ്കിൽ ഏത് മേഖലകളിൽ ഫോക്കസ് ചെയ്ത് പഠിച്ചാലാണ് നമുക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക മുതലായ കാര്യങ്ങൾ കൂടെ നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്ത് പറയുന്നുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞ നമ്മളുടെ ഒരു സബ്ജക്ട് സ്പെസിഫിക്, അതായത് പ്രധാനമായിട്ട് സബ്ജക്ട് സ്പെസിഫിക് ആയിട്ടുള്ള സ്ട്രാറ്റജി ഫോളോ ചെയ്തുകൊണ്ട് നമ്മൾ പഠനം ആരംഭിക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ നമ്മളുടെ പരീക്ഷയെ അഭിമുഖീകരിക്കാനുള്ള ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സബ്ജക്ട് സ്പെസിഫൈഡ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്ന സമയത്ത് നമ്മളുടെ സബ്ജക്റ്റുകളെ പ്രധാനമായിട്ടും മൂന്ന് സ്ട്രാറ്റ അല്ലെങ്കിൽ 3 രീതിയിലാണ്, 3 ടൈപ്സ് അല്ലെങ്കിൽ മൂന്ന് ഘട്ടങ്ങളായിട്ട് നമുക്കിതിനെ അല്ലെങ്കിൽ 3 ഫോംസിൽ നമുക്കിതിനെ പഠിക്കാം എളുപ്പത്തിൽ. ഫസ്റ്റ് ഓഫ് ഓൾ കോർ പേപ്പേഴ്സ് അല്ലെങ്കിൽ കോർ സോഷ്യോളജി പേപ്പേഴ്സ് എന്ന് പറയും. അതായത് സോഷ്യോളജിയെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള അല്ലെങ്കിൽ നമ്മളുടെ പഠന വിഷയവുമായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള സബ്ജക്റ്റുകളെയാണ് കോർ സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി പാർട്ട് 1 VSOC 101, ഇന്ത്യൻ സോഷ്യോളജി, ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ സോഷ്യോളജി പാർട്ട് 1 VSOC 102, then introduction to sociology part 2 VSOC 103, then introduction to Indian sociology part 2 VSOC 104 എന്നതാണ് നമ്മളുടെ കോർ സോഷ്യോളജി പേപ്പേഴ്സ് ആയിട്ട് പറയുന്നത്. ഈ കോഴ്സിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് നമുക്ക് 6 ക്രെഡിറ്റിനാണ് നമുക്ക് പഠിക്കുവാനായിട്ടുള്ളത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ 6 ക്രെഡിറ്റിന് എന്ന് പറയുന്നത് കൊണ്ട് തന്നെ നമ്മൾ കൂടുതലായിട്ട് നമ്മളുടെ പഠനം എന്ന് പറയുന്ന രീതി പ്രത്യേകിച്ച് എന്ത് ചെയ്യണം, ഫോക്കസ് ചെയ്യേണ്ട ഒരു ഏരിയ ആണ് നമ്മളുടെ കോർ സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത്. ഇതിനകത്ത് നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ കോർ പേപ്പറുകൾ ആയതുകൊണ്ട് തന്നെ സോഷ്യോളജിയുടെ ഒരു ഫൗണ്ടേഷൻ എന്ന രീതിയിലാണ് നമ്മൾ ഫസ്റ്റ് ഇയറിൽ ഈ സബ്ജക്റ്റുകളെ നമ്മൾ സമീപിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് പ്രധാനമായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ നമ്മളുടെ ഫസ്റ്റ് ഇയറിൽ നമ്മൾ ആദ്യം പഠിക്കുന്ന പേപ്പറാണ് ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി VSOC 101 എന്നുള്ളത്. ഇതിനകത്ത് നമ്മൾ ആദ്യം VSOC 101-നകത്ത് നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യേണ്ട ഏരിയകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഒരു പുതിയ വിഷയം സമീപിക്കുന്ന സമയത്ത് പഠിക്കുന്ന സമയത്തും അതിന്റെ ബേസ് നമ്മൾ ഉറപ്പിക്കുക എന്നുള്ളതാണ് അല്ലെ. അടിത്തറ ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് നമ്മൾ അതിൽ നിന്നുള്ള പഠനത്തിന്റെ നെക്സ്റ്റ് ലെവൽ ഓഫ് ക്ലാസ്സുകളിലേക്ക് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഇയേഴ്സിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഇതിനെ മറ്റ് കൂടുതലായിട്ട് ഇൻഡെപ്ത് ആയിട്ട് നമുക്കൊരു സബ്ജക്റ്റിനെ മനസ്സിലാക്കാനായിട്ട് കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ VSOC 101 എന്നുള്ള സബ്ജക്ട് പഠിക്കുന്നതിന്റെ കാരണം അതുകൊണ്ട് തന്നെയാണ് സോഷ്യോളജിയിലെ ഒരു ഫൗണ്ടേഷൻ നിങ്ങൾക്ക് ഉണ്ടാക്കി തരിക എന്നുള്ളതാണ് ഈ പേപ്പർ കൊണ്ടുള്ള ഉദ്ദേശം. അപ്പോ നമ്മൾ ഈ ഒരു പേപ്പർ VSOC 101 പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന സമയത്ത് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് സോഷ്യോളജിയുടെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകളാണ്. ഓക്കെ, കോൺസെപ്റ്റുകളും സോഷ്യോളജി എന്താണ് എന്നുള്ളതും കൂടെ നിങ്ങൾ പ്രധാനമായിട്ടും മനസ്സിലാക്കിയിരിക്കണം അല്ലെ. സ്വാഭാവികമായിട്ടും പുതിയൊരു വിഷയം പഠിക്കുന്ന സമയത്ത് ആ വിഷയം എന്താണെന്നുള്ളത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സോഷ്യോളജിയിൽ നമ്മൾ ബേസിക് ആയിട്ട് പഠിക്കേണ്ട കുറച്ച് ടേംസ് ഉണ്ട് അല്ലെങ്കിൽ കോൺസെപ്റ്റുകളുണ്ട്. അത് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതാണ്. ഉദാഹരണമായിട്ട് നേച്ചർ ആൻഡ് വാട്ട് ഈസ് സോഷ്യോളജി ആൻഡ് നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സോഷ്യോളജി എന്ന് പറയുന്നത് നമ്മുടെ പരീക്ഷയ്ക്കകത്ത് വളരെയധികം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു പാഠഭാഗമാണ്. കാരണം പലപ്പോഴും നമ്മളുടെ പരീക്ഷയ്ക്കകത്ത് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമാണ് സോഷ്യോളജി എന്താണ് അല്ലെങ്കിൽ സോഷ്യോളജിയുടെ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സോഷ്യോളജി എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് സോഷ്യോളജിയും മറ്റ് സബ്ജക്റ്റുമായിട്ട് മറ്റ് സോഷ്യൽ സയൻസ് വിഷയങ്ങളുമായിട്ടും എങ്ങനെ കണക്റ്റഡ് ആയിരിക്കുന്നു, ഇന്റർ കണക്റ്റഡ് ആയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ സ്ട്രെസ് കൊടുക്കേണ്ട മറ്റൊരു പാഠഭാഗമാണ്. ഓക്കെ,
അപ്പൊ ഇതിനകത്ത് നമ്മൾ ഇത് കൂടാതെ മറ്റ് സബ്ജക്റ്റുമായിട്ട് എങ്ങനെ സോഷ്യോളജി ഇന്റർകണക്റ്റഡ് ആയിരിക്കുന്നു എന്ന് ചോദിക്കുന്ന സമയത്ത് അതിനകത്ത് പ്രധാനമായിട്ടും നമ്മൾ കുറച്ചുകൂടെ ഇൻഡെപ്ത് ആയിട്ട് പറയുവാണെങ്കിൽ സോഷ്യോളജിയും സോഷ്യൽ ആന്ത്രോപോളജിയും തമ്മിൽ എപ്രകാരം ഇന്റർകണക്റ്റഡ് ആണ്, അല്ലെങ്കിൽ അവ തമ്മിലുള്ള ബന്ധം എന്താണ് എന്നുള്ളത് നമ്മൾ പലപ്പോഴും നമ്മുടെ എക്സാമിനകത്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനകത്ത് ചോദിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നമ്മളുടെ ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജിയുടെ ഭാഗമായി പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സോഷ്യോളജിയും മറ്റ് സബ്ജക്റ്റും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്, അല്ലെങ്കിൽ അവ തമ്മിൽ എങ്ങനെ ഇന്റർകണക്റ്റഡ് ആയിരിക്കുന്നു എന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കുക. ദെൻ സോഷ്യോളജിക്കകത്ത് വരുന്ന കോൺസെപ്റ്റുകൾ നമ്മൾ പറഞ്ഞു. എസ്പെഷ്യലി എന്താണ് സോഷ്യോളജി സോഷ്യോളജി എന്നുള്ളത് നമ്മൾ ഓൾറെഡി മനസ്സിലാക്കിയിരിക്കണം. ദെൻ സോഷ്യോളജിയുടെ നേച്ചർ, സ്കോപ്പ്, ദെൻ സോഷ്യോളജി മറ്റ് സോഷ്യൽ സയൻസ് വിഷയങ്ങളും തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ സോഷ്യോളജിക്കകത്ത് നമ്മൾ പഠിക്കുന്ന മറ്റൊരു കാര്യങ്ങളാണ്, പ്രധാനമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന മറ്റൊന്നാണ് പുതിയ കോൺസെപ്റ്റുകൾ. അതായത് എന്താണ് സൊസൈറ്റി, കമ്മ്യൂണിറ്റി, ഓർഗനൈസേഷൻ മുതലായിട്ടുള്ള കോൺസെപ്റ്റുകൾ കൂടി നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കുന്ന ഓരോ കോൺസെപ്റ്റുകളെയും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. കാരണം ഓരോന്നും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമുക്ക് പുറമേ നോക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ പുറമേ നോക്കുന്ന സമയത്ത് ഇതെല്ലാം ഒരേപോലെ നമുക്ക് സാമ്യം പുലർത്തുന്ന ഘടകങ്ങളാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും ഇവ തമ്മിലുള്ള വ്യത്യാസം നമ്മൾ തിരിച്ചറിയാനായിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഈ കോൺസെപ്റ്റുകൾ പഠിക്കുന്ന വഴി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഉദാഹരണം, സൊസൈറ്റി അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി, അസോസിയേഷൻ, ഓർഗനൈസേഷൻ, ഇങ്ങനെ മുതലായ ടേംസുകൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഇവ തമ്മിലുള്ള ഒരു സാമ്യത, അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ ഇതിനെല്ലാം ഒരു ജനറൽ ആസ്പെക്റ്റിൽ നിന്ന് തന്നെ നോക്കിക്കാണാറുണ്ട്. പക്ഷെ ഇവ നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ മനസ്സിലാക്കുമ്പോൾ മാത്രമേ ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് കൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ പരീക്ഷയിൽ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഓരോ നമ്മളുടെ ബേസിക് ആയിട്ട് ഓരോ കോൺസെപ്റ്റുകൾ എന്താണെന്നുള്ളത് നിങ്ങൾ പ്രധാനമായിട്ട് നോക്കേണ്ടതുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി എന്ന പേപ്പർ സബ്ജക്റ്റിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മറ്റൊരു ഘടകമാണ് തിയറിറ്റിക്കൽ പെർസ്പെക്റ്റീവ്സ്. നമ്മൾ ഈ സബ്ജക്റ്റിനകത്ത് നമ്മൾ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ തിയറീസും ഫോർവേഡ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പ്രൊപ്പൗണ്ട് ചെയ്തിട്ടുള്ള സോഷ്യൽ തിങ്കേഴ്സിനെ കൂടെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഉദാഹരണമായിട്ട് ഫങ്ഷണലിസം, സ്ട്രക്ചറലിസം മുതലായ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇത് കൊണ്ടുവന്നിട്ടുള്ള ആളുകൾ ആരാണെന്നുള്ളത് കൂടെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഉദാഹരണമായിട്ട് പ്രധാനമായിട്ട് ചോദിക്കുന്നത് ഫങ്ഷണലിസം ആരുടേതാണ്, അല്ലെങ്കിൽ ഫങ്ഷണലിസം നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ എമിലി ദുർഗാമിന്റെ ഡിവിഷൻ ഓഫ് ലേബർ എന്ന തിയറി എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതെല്ലാം നമുക്ക് വളരെയധികം റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന, അല്ലെങ്കിൽ നമ്മുടെ PYQസിൽ വളരെയധികം ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഒന്നാണ് ഡിവിഷൻ ഓഫ് ലേബർ, എമിലി ദുർഗാമിന്റെ. ദെൻ ഫങ്ഷണലിസം എന്താണ്, ഫങ്ഷണലിസത്തിന്റെ അകത്ത് വരുന്ന സമയത്ത് ടാൽപോട്ട് പാഴ്സന്റെ ഏജിൽ മോഡൽ മുതലായ കാര്യങ്ങൾ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കാനുണ്ട്. അതായത് തിയറി എന്ന ഭാഗം നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന സമയത്ത് ഓരോ തിയറിയും എന്തുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ് എന്നതിനെ കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കുന്നതിന് ഒരു എളുപ്പ വഴിയുണ്ട്, നമ്മൾ സോഷ്യൽ തിങ്കേഴ്സിനെ കൃത്യമായിട്ട് കാറ്റഗറൈസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, ഇപ്പൊ നമുക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ തിയറീസിൽ ഫോക്കസ് ചെയ്യുക. തിയറീസുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കോൺസെപ്റ്റുകൾ അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള തിയറികളെ ഫോക്കസ് ചെയ്ത് പഠിക്കുക എന്ന് പറയുന്നത് ഓരോ തിയറികളെയും നമ്മൾ കൃത്യമായിട്ട് തിയറി പറയുന്ന കോണ്ടന്റ് എന്താണ്, അതോടൊപ്പം തന്നെ അത് പ്രൊപ്പൗണ്ട് ചെയ്തിരിക്കുന്നത് ആരാണ് മുതലായ കാര്യങ്ങൾ നിങ്ങൾ ഫോക്കസ് ചെയ്ത് കൃത്യമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട മറ്റൊന്നാണ്. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണെങ്കിൽ BSOC 102. ഓക്കെ, BSOC 102നകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യൻ സോഷ്യോളജിയുടെ ആസ്പെക്റ്റുകളാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സൊസൈറ്റിയിൽ സോഷ്യോളജി എങ്ങനെ എമർജൻസ് ആയി, അല്ലെങ്കിൽ സോഷ്യോളജിക്ക് അകത്ത് ഇന്ത്യൻ സോഷ്യോളജിയുടെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ട് പഠിക്കേണ്ടത്. അതിനകത്ത് നിങ്ങൾ കാസ്റ്റ്, കമ്മ്യൂണിറ്റി മുതലായ കാര്യങ്ങൾ, ഈ രണ്ട് കാര്യങ്ങളും കൃത്യമായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. എന്താണ് കാസ്റ്റ്? ഇന്ത്യൻ സൊസൈറ്റിക്ക് അതൊക്കെ മാത്രം സ്പെഷ്യൽ ആയിട്ട് കാണുന്ന ഒന്നാണ് കാസ്റ്റ് പഠിക്കുന്നതോടൊപ്പം തന്നെ കാസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കാസ്റ്റിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് പഠനം നടത്തിയിട്ടുള്ള സോഷ്യോളജിസ്റ്റുകളെ കൂടെ നിങ്ങൾ ഫോക്കസ് ചെയ്തേണ്ടതുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ അത്തരം സോഷ്യോളജിസ്റ്റുകൾ, കാസ്റ്റിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള സോഷ്യോളജിസ്റ്റുകളെ കൂടെ നിങ്ങൾ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്ത് പഠിക്കാനുള്ളത്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ സൊസൈറ്റിയിലെ മറ്റൊരു സവിശേഷതയാണ് ക്ലാസ്, ജെൻഡർ മുതലായ കാര്യങ്ങൾ കൂടെ നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്.
പിന്നെ ഇന്ത്യൻ സൊസൈറ്റിയിൽ ഈ കാസ്റ്റ്, ക്ലാസ്, ജെൻഡർ ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്തല്ല ഇന്ത്യൻ സൊസൈറ്റിക്ക് ഒരു ട്രാൻസ്ഫർമേഷൻ സംഭവിച്ചിട്ടുണ്ട് അല്ലെ. അപ്പോൾ സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്ന ഭാഗം, സോഷ്യൽ ചേഞ്ച്, സോഷ്യൽ മൂവ്മെന്റ്സ്, ദെൻ നമ്മളുടെ മോഡേണൈസേഷൻ, ഇതെല്ലാം നമ്മുടെ സൊസൈറ്റിയുടെ മാറ്റങ്ങൾക്ക് കാരണമായിട്ടുള്ള ഭാഗങ്ങളാണ്. അപ്പൊ ഇതിനെ കൂടെ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കുക. അതോടൊപ്പം തന്നെ ഈ മാറ്റങ്ങൾ ഇന്ത്യൻ സൊസൈറ്റിയിൽ മാറ്റങ്ങൾ ഉണ്ടായപ്പോൾ അതിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ചാലഞ്ചസുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ആ ഒരു മാറ്റത്തിലേക്ക് നയിക്കപ്പെടുന്ന സമയത്ത് ഇന്ത്യൻ സൊസൈറ്റിയിൽ ഉണ്ടാവുന്ന ചാലഞ്ചസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഇമ്പാക്റ്റുകൾ ഏതൊക്കെയാണ്. ഉദാഹരണം അർബനൈസേഷൻ, ഗ്ലോബലൈസേഷൻ മുതലായ കാര്യങ്ങളിൽ കൂടെ നമ്മൾ എന്തുണ്ടായിരിക്കണം, നമ്മൾ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. അതായത് നമ്മൾ അതിനെ കുറിച്ച് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ്. അതായത് ഇന്ത്യൻ സൊസൈറ്റിന്റെ അകത്ത് ബേസിക് ആയിട്ട് നമ്മൾ ഇന്ത്യൻ സൊസൈറ്റിയുടെ ബേസിക് ഫീച്ചേഴ്സ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളിൽ ഒന്നാണ് എന്താണ് കാസ്റ്റ്, ക്ലാസ്, ജെൻഡർ, കമ്മ്യൂണിറ്റി മുതലായ കാര്യങ്ങൾ. അപ്പൊ ഇത്തരം കോൺസെപ്റ്റുകളെ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കും. ഇനി അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പോലെ തന്നെയാണ് 103 എന്ന് പറയുന്നതും 104 എന്ന് പറയുന്നതും നമ്മളുടെ പാർട്ട് 1ന്റെയും പാർട്ട് 2ന്റെയും കണ്ടിന്യൂവേഷൻ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പാർട്ട് 1 നമ്മുടെ BSOC 101ന്റെയും നമ്മുടെ BSOC 102ന്റെയും കണ്ടിന്യൂവേഷൻ ആണ് BSOC 103 അല്ലെങ്കിൽ 104 എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫൗണ്ടിങ് ആയിട്ടുള്ള ഭാഗങ്ങൾ കൃത്യമായിട്ടുള്ള, അതായത് പാർട്ട് 1 എന്ന് പറയുന്ന സബ്ജക്ട് ഭാഗങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് തറയായിട്ട് ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് 103യും 104ന്റെയും നമുക്ക് കുറച്ചുകൂടി ഇൻഡെപ്ത് ആയിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ സോഷ്യോളജിക്കകത്ത് വരുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ, കോൺസെപ്റ്റുകൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഈ രണ്ട് കോൺസെപ്റ്റുകൾ തമ്മിൽ ഉണ്ടാവുന്ന വ്യത്യാസങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതോടൊപ്പം തന്നെ തിയറിയിൽ ഓരോ തിയറി പറയുന്ന സമയത്തും അതിനകത്ത് വരുന്ന സോഷ്യോളജിസ്റ്റ് ആരാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് തന്നെ സോഷ്യോളജിസ്റ്റുകളെ തിയറിയുടെ ബേസിൽ നിങ്ങൾക്ക് കാറ്റഗറൈസ് ചെയ്ത് മാറ്റാവുന്നതാണ്. അതായത് ഫങ്ഷണലിസം എന്ന് പറയുന്ന സമയത്ത് കാൽക്കോട്ട് പാറൻസ് തന്നെയായിരിക്കും. കൾച്ചർ, മറ്റു ഘടകങ്ങളെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ മലിനോസ്കി മുതലായിട്ടുള്ള ആളുകളെ പഠിക്കാം. അപ്പൊ സ്ട്രക്ചറലിസം, ഫങ്ഷണലിസം, ദെൻ നമുക്ക് നിരവധി ഇത്തരത്തിലുള്ള ഒരുപാട് തിയറീസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് വരുന്ന സമയത്ത് ഓരോ സോഷ്യോളജിസ്റ്റിനെയും നമ്മൾ ഓരോ കാറ്റഗറീസിലേക്ക്, ഓരോ സ്കൂൾ ഓഫ് തോട്ടിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് പഠിക്കുന്നത് നിങ്ങൾക്ക് സോഷ്യോളജിസ്റ്റിന് തന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ ഒരു സോഷ്യോളജിസ്റ്റിന്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ, ടാൽക്കോട്ട് പാർസൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഏത് സ്കൂൾ ഓഫ് തോട്ടിനകത്ത് വരുന്ന ആളാണ് നമുക്ക് തിരിച്ചറിയാൻ കൂടെ നമുക്ക് സാധിക്കും എന്നുള്ളത് കൊണ്ടാണ് കൃത്യമായിട്ട് തിയറീസ് പഠിക്കുന്ന സമയത്ത് തന്നെ സോഷ്യോളജിസ്റ്റുകളെ കാറ്റഗറൈസ് ചെയ്ത് പഠിക്കാനായിട്ട് പറയുന്നത്. ഓക്കെ, അതിനുശേഷം പിന്നീട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള, നമുക്ക് പഠിക്കാനുള്ള ഒരു ഭാഗമാണ് ഇന്റർ ഡിസിപ്ലിനറി പേപ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് ഇന്റർ ഡിസിപ്ലിനറി പേപ്പർ എന്നതിനകത്ത് ഉദ്ദേശിക്കുന്നത് BEVAE 181 എൻവയോൺമെന്റൽ സ്റ്റഡീസ് ആണ് ഇതിനകത്ത് നമ്മൾ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇന്റർ ഡിസിപ്ലിനറി അതുകൊണ്ട് തന്നെ ഈ ഒരു പേപ്പറിനകത്ത് നമ്മൾ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഒരു ഭാഗം എന്ന് പറയുന്നത്, കൃത്യമായിട്ട് പറയുവാണെങ്കിൽ എന്താണ്, നമ്മളുടെ എൻവയോൺമെന്റലുമായിട്ട് വരുന്ന പുതിയ പുതിയ ടേംസ് നമ്മൾ പരിചയപ്പെടേണ്ടതായിട്ട് ഉണ്ട്. അതായത് പ്രധാനമായിട്ട് എന്താണ് എക്കോസിസ്റ്റം, ബയോഡൈവേഴ്സിറ്റി, എന്താണ് ബയോസ്ഫിയർ, റിസർവ് എന്ന് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, മുതലായ കാര്യങ്ങളെല്ലാം നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. അതായത് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരുവാണെങ്കിൽ ഏത് ഭാഗമാണ്, എന്താണ് ബയോസ്ഫിയർ, എന്താണ് ട്രോപ്പോസ്ഫിയർ, അറ്റ്മോസ്ഫിയർ മുതലായുള്ള കാര്യങ്ങൾ എന്താണ്, സൈക്ലോൺ മുതലായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ നമ്മൾ എൻവയോൺമെന്റൽ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിന്റെ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന സമയത്ത് അതിന്റെ പ്രധാനമായിട്ടും എൻവയോൺമെന്റൽ ടേംസ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ ഈ ഒരു സബ്ജക്റ്റിന്റെ അകത്ത് നമുക്കറിയാം, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു പേപ്പർ വരുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്താണ് ഒബ്ജക്റ്റീവാണ്, ഒബ്ജക്റ്റീവ് പരീക്ഷ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ടേംസിന് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നമുക്ക് ഉണ്ടാവാനായിട്ട് സാധ്യത. അതുകൊണ്ട് നിങ്ങൾ ടേംസിനെ ഓരോ എൻവയോൺമെന്റൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ എൻവയോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടേംസ് നിങ്ങൾ പരിചയപ്പെടുക എന്നുള്ളതാണ്. അതിനൊരു ഉദാഹരണമായിട്ടാണ് പറഞ്ഞത് ബയോസ്ഫിയർ എന്താണ്, ബയോഡൈവേഴ്സിറ്റി എന്താണ്, എക്കോസിസ്റ്റം എന്താണ്
മുതലായ കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഓരോ ടേംസും എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക, അല്ലെങ്കിൽ അതിന്റെ ഡെഫിനിഷൻസ് പഠിക്കുക എന്നുള്ളത്. സെക്കൻഡ് വൺ, നമ്മൾ പിന്നീട് നമുക്ക് ഇതിനകത്ത് ഈ ഒരു പേപ്പറിനകത്ത് ഫോക്കസ് ചെയ്യാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എൻവയോൺമെന്റൽ പ്രോബ്ലംസ് ആണ്. ഏതൊക്കെ തരത്തിലുള്ള പ്രോബ്ലംസ് ആണ് നിലനിൽക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു ഏറ്റവും ഫോക്കസ് ചെയ്തെടുക്കുന്ന മറ്റൊരു കാര്യമാണ് എൻവയോൺമെന്റൽ പ്രോബ്ലംസിന്റെ സൊല്യൂഷൻ എന്ന രീതിയിൽ നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒന്നാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഓക്കെ, അതുകൊണ്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഭാഗം നിങ്ങൾ ഫോക്കസ് ചെയ്യണം. അതിനകത്ത് ഓരോ ഗോൾസ് എന്ന രീതിയിലാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ആണ് നമ്മൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ ഗോൾസ് ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ചിരിക്കേണ്ടതാണ്. കാരണം എക്സാം എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ്. എൻവയോൺമെന്റൽ സയൻസിന്റെ പേപ്പർ ഒബ്ജക്റ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ ഏത് ഗോളിനെ കുറിച്ച് ചോദിച്ചാലും നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. സോ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ ഗോൾസ് ഏതൊക്കെയാണെന്നുള്ളത് പഠിച്ചു വെക്കാം. പിന്നീട് നമുക്ക് മറ്റൊരു കോഴ്സാണ്, ഇന്റർ ഡിസിപ്ലിനറിയുടെ അകത്ത് വരുന്ന മറ്റൊരു സബ്ജക്റ്റ് ആണ് BGDG 172 ദെൻ BSOG 171 എന്നുള്ള പേപ്പേഴ്സ്. ഇതിനകത്ത് ഇന്റർ ഡിസിപ്ലിനറി തെരഞ്ഞെടുത്തിട്ടുള്ള ആളുകൾ അതാത് സബ്ജക്റ്റിന്റെ കൺസേൺ അനുസരിച്ച് പ്രിപ്പറേഷൻസ് നോക്കാം. ഇതിനകത്ത് BGDG 172 എന്ന പേപ്പർ പഠിക്കുന്ന സമയത്ത്, അതായത് ജെൻഡർ സെൻസിറ്റൈസേഷൻ സൊസൈറ്റി ആൻഡ് കൾച്ചർ എന്നുള്ളതാണ് BGDG 172 എന്ന പേപ്പറോട് അത് ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഈ ഒരു ജെൻഡർ റിലേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റുകളെ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. ഉദാഹരണം, ജെൻഡർ റോൾ എന്താണ്, സെക്സ് എന്താണ്, ജെൻഡർ എന്താണ് എന്നുള്ളത് നിങ്ങൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. കാരണം അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് പിന്നീട് നിങ്ങൾക്ക് എക്സാമിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. കാരണം ജെൻഡർ റോളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ വരുന്നു, അല്ലെങ്കിൽ ജെൻഡറിനെ കുറിച്ച് തന്നെ ഒരു ചോദ്യം വരുന്ന സമയത്ത് ഇത് എന്താണെന്നുള്ളത് ഒരു ഡിഫറൻസ് നമുക്കറിയണം. സെക്സ് എന്താണ്, ജെൻഡർ എന്താണ്, എന്താണ് മാസ്കുലിനിറ്റി മുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാവണം എന്നുള്ളത് കൊണ്ടാണ് ആദ്യം നമ്മൾ ജെൻഡറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടേംസ് അല്ലെങ്കിൽ കോൺസെപ്റ്റുകൾ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുക എന്നുള്ളത് പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് നമുക്ക് ജെൻഡർ എന്ന പേപ്പറിനകത്ത് സബ്ജക്റ്റിനകത്ത് കൂടുതൽ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനാലിസിസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടുതലായിട്ട് കാണാൻ പറ്റുന്ന ഒരു ചോദ്യങ്ങൾ ഒന്നാണ് ജെൻഡറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ, അപ്പൊ ജെൻഡർ പ്രോബ്ലംസ് എന്താണ് എന്നുള്ളത് നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കുക. ദെൻ GBV, അതായത് ജെൻഡർ ബേസ്ഡ് വയലൻസ് ഏതൊക്കെയാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഏതൊക്കെ രീതിയിലുള്ള ജെൻഡർ ബേസ്ഡ് വയലൻസുകളാണ് നമ്മുടെ സമൂഹത്തിലുള്ളത് എന്ന് പഠിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മാസ്കുലിനിറ്റി എന്നുള്ള ഒരു ഭാഗവും നമ്മളുടെ പരീക്ഷയിൽ കൂടുതൽ ചോദിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാസ്കുലിനിറ്റി എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, അതിന്റെ തന്നെ മാസ്കുലിനിറ്റിയുടെ അകത്ത് തന്നെ ഡിഫറെന്റ് ഫോംസ് ഓഫ് മാസ്കുലിനിറ്റി കൂടെ നമ്മൾ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് മാസ്കുലിനിറ്റി എന്താണ്, മാസ്കുലിനിറ്റിയുടെ ഡിഫറെന്റ് ഫോംസ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ, ഇനി ഈ ജെൻഡർ ലോസും പ്രശ്നങ്ങളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞ സമയത്ത് റെസ്പോൺസ് ഓഫ് ദ ലോ എന്നുള്ളതാണ്. അതായത് ഈ പ്രോബ്ലംസിന്, സമൂഹത്തിൽ നിലനിൽക്കുന്ന ഈ പ്രോബ്ലംസിനെ എങ്ങനെ അഡ്രസ് ചെയ്ത് അതിന് സൊല്യൂഷൻ കൊടുക്കുന്നു എന്ന രീതിയിലാണ് നമ്മൾ ലോ പഠിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഒരു ലോ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള കേസസ് ഉണ്ട്, അല്ലെങ്കിൽ കേസ് സ്റ്റഡീസസ് ഉണ്ട്, നമ്മൾ ഭാഗത്ത് നമുക്ക് മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊന്ന് ജസ്റ്റ് നിങ്ങൾ നോക്കുന്നത് നല്ലതായിരിക്കും. കാരണം നിങ്ങൾക്ക് എക്സ്ട്രാ അല്ലെങ്കിൽ അത്തരം കേസ് സ്റ്റഡീസിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ പരീക്ഷ അറ്റംപ്റ്റ് ചെയ്യുന്നത് കുറച്ചുകൂടെ നിങ്ങൾക്ക് കൂടുതൽ സ്കോർ ലഭിക്കുന്നതിനായിട്ട് സാധിക്കും.
എന്താണ് ഈ ജെൻഡർ എന്നുള്ള പേപ്പർ വളരെ എന്താണ് നമ്മൾ ഡേ ടു ഡേ ലൈഫിനകത്ത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന പല കാര്യങ്ങളുമാണ് ജെൻഡർ എന്ന പേപ്പറിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റിയൽ ലൈഫ് സ്റ്റോറീസ്, നിങ്ങൾക്ക് റിയൽ ഇൻസിഡൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ട്രൂ ഇൻസിഡൻസിനെ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പരീക്ഷയിൽ അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ആൻസറിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്തുവാനായിട്ട് സാധിക്കും. അതിനകത്ത് പിന്നെ നമ്മൾ മറ്റൊരു ഇന്റർ ഡിസിപ്ലിനറി കോഴ്സ് ആയിട്ട് വരുന്നതാണ് BSOG 171 എന്ന് പറയുന്നത്, ഇന്ത്യൻ സൊസൈറ്റി ആൻഡ് റിയാലിറ്റി എന്ന് പറയുന്നത്. ഇതിനകത്ത് നമ്മൾ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ പറയുന്നത് ഇന്ത്യൻ സോഷ്യോളജിയുടെ ഫീച്ചേഴ്സ് ആണ്. അപ്പൊ ഇന്ത്യൻ സൊസൈറ്റിയുടെ ഫീച്ചേഴ്സ് ആണ്, ഇന്ത്യൻ സൊസൈറ്റിയുടെ സ്പെഷ്യൽ കാര്യങ്ങൾ മുതലായ രീതിയിൽ വേണം നിങ്ങൾ ഈ പേപ്പറിന് തയ്യാറെടുക്കേണ്ടതായിട്ടുള്ളത്. അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകളാണ്. ഇതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. പേപ്പർ കോഡ് വരുന്നത് BEGAE 182 എന്ന കോഡാണ്. ഓക്കെ, ഈ സബ്ജക്റ്റ് ആണ്. ഇതിനകത്ത് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കോഴ്സസ് ആണ് ഇതിനകത്ത് നമുക്ക് പ്രധാനമായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യുക, നമ്മളുടെ റൈറ്റിംഗ് സ്കിൽ ഇംപ്രൂവ് ചെയ്യുന്ന രീതിയിലുള്ള ടാസ്കുകളാണ് നിങ്ങൾ എക്സാമുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തയ്യാറാക്കേണ്ടത്. ഓക്കെ, ഉദാഹരണമായിട്ട് പറഞ്ഞു, നിങ്ങൾ നമ്മളുടെ റൈറ്റിംഗ് സ്കിൽ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യാം. നിങ്ങൾക്ക് എക്സാമിനകത്ത് നിങ്ങൾക്ക് ചോദിക്കാനുള്ള സാധ്യത ലെറ്റർ റൈറ്റിംഗ് എന്താണ്, ലെറ്റർ റൈറ്റിംഗ് മുതലായ കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക, ലെറ്റർ റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ നിങ്ങൾ റിപ്പോർട്ട് റൈറ്റിംഗ് മുതലായ കാര്യങ്ങൾ നിങ്ങളുടെ ഡെയിലി ആക്ടിവിറ്റീസിനകത്ത് ചെറിയൊരു ഭാഗമായിട്ട് ചെറിയൊരു ടൈം നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് മാറ്റിവെച്ച് നിങ്ങൾ റൈറ്റിംഗ് സ്കിൽ ഇംപ്രൂവ് ചെയ്യുവാനായിട്ട് അല്ലെങ്കിൽ റൈറ്റിംഗ് നിങ്ങൾ ചെയ്തു നോക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്ന ഒരു പേപ്പറിനകത്ത് നമുക്ക് കുറച്ചുകൂടെ നല്ല രീതിയിലുള്ള സ്കോർ നമുക്ക് ലഭിക്കുവാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ റൈറ്റിംഗ് സ്കിൽ ഇംപ്രൂവ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആക്ടിവിറ്റീസ് നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അടുത്തായിട്ട് നമുക്ക് പഠിക്കുന്ന മറ്റൊരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ള മറ്റൊന്നാണ്. ഓക്കെ, അതായത് BCOS 186, BCOS 185, BCOS 183 എന്ന് പറയുന്ന പേപ്പർ. ഇത് പ്രധാനപ്പെട്ട നമ്മുടെ സ്കില്ലുമായിട്ട് ബന്ധപ്പെട്ടുള്ള കോഴ്സുകളിലൊന്നാണ്. അത് പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് സെയിൽസ്മാൻഷിപ്പ്, എന്റർപ്രണർഷിപ്പ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇൻ ബിസിനസ്. ഇത്രയാണ് ഈ പറഞ്ഞ കോഡുകൾ വരുന്ന സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നിങ്ങളുടെ അതാത് സബ്ജക്റ്റുകളെ കൺസേൺ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്ത് പഠിക്കാം. ഈ ഒരു ഭാഗം വരുന്നത്, അതായത് നമ്മൾ ഈ പറഞ്ഞ BCOS 186, BCOS 185, BCOS 183 എന്നീ പറയുന്ന സബ്ജക്റ്റുകൾ കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ട് വരുന്ന നമുക്ക് സബ്ജക്റ്റുകളാണ്. അല്ലെങ്കിൽ നമ്മളുടെ പ്രാക്ടിക്കൽ ലെവൽസിനെ കുറച്ചുകൂടെ ഇംപ്രൂവ് ചെയ്യുന്ന രീതിയിലുള്ള സബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് അതിന്റെ ടിപ്സ് എന്ന രീതിയിൽ അല്ലെങ്കിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് എന്താണ്, സെയിൽസ് സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. അതേപോലെ എന്റർപ്രണർഷിപ്പ് പ്രിൻസിപ്പിൾസ് എന്താണെന്ന് പഠിക്കാനുണ്ട്. ഓക്കെ, 185 BCOS 185നകത്ത് നിങ്ങൾ പഠിക്കേണ്ടത് പ്രിൻസിപ്പിൾസ് ഓഫ് എന്റർപ്രണർഷിപ്പ് എന്ന് പറയുന്ന ഭാഗം നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കുക. അതോടൊപ്പം തന്നെ നമ്മളുടെ BCOS 183 എന്ന ഭാഗത്ത് 185 BCOS 185 എന്ന ഭാഗത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇൻ ബിസിനസ് എന്ന ഭാഗം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കമ്പ്യൂട്ടറിന്റെ ബേസിക് ലെവൽ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതാണ്. ഓക്കെ, കമ്പ്യൂട്ടറുമായിട്ട് വരുന്ന ബേസിക്സ് പ്രോഗ്രാംസ് ഏതാണ് അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ട് ഉണ്ട്. ഓക്കെ, ഇനി അതിനകത്ത് നമുക്ക് മറ്റൊരു കോഴ്സാണ്, ഇന്റർ ഡിസിപ്ലിനറി ആയിട്ട് നമ്മൾ പഠിക്കുന്ന മറ്റൊരു കോഴ്സാണ്, അല്ലെങ്കിൽ നമ്മുടെ എബിലിറ്റി എൻഹാൻസ്മെന്റിനകത്ത് തന്നെ നമ്മൾ പഠിക്കുന്ന മറ്റൊന്നാണ് എൻവയോൺമെന്റൽ സ്റ്റഡീസ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ. ഓക്കെ, അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൽസറി കോഴ്സിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒന്നുകൂടിയുണ്ട്, ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്ന പേപ്പർ. ഓക്കെ, ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്നുള്ള സബ്ജക്റ്റിനകത്ത് നമ്മൾ ഈ പറയുന്ന പോലെ ഏറ്റവും
കോർ ആയിട്ടുള്ള ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഏതെല്ലാം ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്താണെന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുക. അതോടൊപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇഷ്യൂസ്, അതിന്റെ സൊല്യൂഷൻസ് ഏത് രീതിയിലാണ് നമുക്ക് പറഞ്ഞു തന്നത് അല്ലെങ്കിൽ പഠിപ്പിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ദെൻ നമുക്ക് ഇത്രയും സബ്ജക്റ്റുകൾ നമ്മൾ പറഞ്ഞ കൂട്ടത്തിൽ, അതായത് നമ്മൾ പറഞ്ഞു വന്ന ഒരു കാര്യങ്ങളാണ് എന്താണ് നമ്മളുടെ കോഴ്സസ് നമ്മൾ ഡിസ്കസ് ചെയ്തു, ഇന്റർ ഡിസിപ്ലിനറി പേപ്പർ എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ നമ്മൾ പറഞ്ഞത് സ്കിൽഡ് ബേസ്ഡ് പേപ്പേഴ്സ് ഏതൊക്കെയാണ് നമ്മൾ ഡിസ്കസ്. ഓരോരുത്തരും ഓരോ ലേണേഴ്സും തെരഞ്ഞെടുത്തിട്ടുള്ള അവരവരുടേതായിട്ടുള്ള സ്കിൽ ബേസ്ഡ് പേപ്പേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അതാത് ഏരിയ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങളുടെ ബേസ് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ബേസിക് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ. ഓക്കെ, ഇതിനകത്ത് നമ്മൾ പഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞു, നമ്മളൊരു ക്രെഡിറ്റ് പഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞു, ഫോക്കസിങ് ചെയ്യേണ്ട ഏരിയകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. അതോടൊപ്പം തന്നെ നമുക്ക് ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടെ ഉണ്ട്, എങ്ങനെയാണ് ഇതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻസ് വരുന്നത് എന്നുള്ളത്. ഓക്കെ, നമ്മൾ കോർ കോഴ്സിനകത്ത് നമുക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞു 6 ക്രെഡിറ്റിന്റെ 6 ക്രെഡിറ്റിനാണ് നമുക്ക് പരീക്ഷ വരുന്നത്. ഇപ്പൊ 6 ക്രെഡിറ്റിന്റെ ആയതുകൊണ്ട് തന്നെ നമുക്ക് 8 ക്വസ്റ്റ്യൻസ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. അതിനകത്ത് 5 ക്വസ്റ്റ്യൻസ് നമ്മൾ മാൻഡേറ്ററി ആയിട്ട് എഴുതണം. ഏതിനകത്ത്? നമ്മുടെ കോർ കോഴ്സിനകത്ത് നമ്മൾ 8 ചോദ്യങ്ങൾ തരും. അതിനകത്ത് നിങ്ങൾക്ക് 5 ചോദ്യങ്ങൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. ഓക്കെ, അറ്റൻഡ് ചെയ്യുന്നതിനകത്ത് നിങ്ങൾക്ക് 400 വേർഡ്സിനായിരിക്കും. 400 വേർഡ്സ് എന്ന് പറയുമ്പോൾ മാക്സിമം 7-8 പേജ് നിങ്ങൾ ഒരു ആൻസർ നിങ്ങൾ 7-8 പേജ് എന്ന രീതിയിൽ വേണം നിങ്ങൾ എഴുതാനായിട്ട് വരുന്നത്. ക്വസ്റ്റ്യന്റെ മാർക്ക് എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യന് 20 മാർക്ക് എന്ന രീതിയിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. 5 ക്വസ്റ്റ്യൻ ഉണ്ടാവും. ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 100 മാർക്കിനാണ്. ഇതാണ് കോർ പേപ്പറുടെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്, ക്രെഡിറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്, മാർക്ക് രീതി എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ പറയുന്ന എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൽസറി പ്രോഗ്രാംസിന്റെ, അതായത് നമ്മൾ പറഞ്ഞ നമ്മളുടെ BGDG 172, BPAG 171, അതായത് മുതലായ കാര്യങ്ങൾ. ഓക്കെ, അതായത് ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ദെൻ ഓക്കെ, ഇങ്ങനെ എബിലിറ്റി എൻഹാൻസ്മെന്റ് പ്രോഗ്രാം കമ്പൽസറി പേപ്പറുകളായിട്ട് വന്നിരിക്കുന്ന പരീക്ഷകളുടെ മാർക്ക് എന്ന് പറയുന്നത് 100 മാർക്കിനാണ്. അതായത് 3 മണിക്കൂറിനാണ് പരീക്ഷ ഉണ്ടായിരിക്കുക. ഇതിനകത്ത് നമുക്ക് 5 ക്വസ്റ്റ്യൻസ് നമ്മൾ മാൻഡേറ്ററി ആയിട്ട് അറ്റംപ്റ്റ് ചെയ്തിരിക്കണം. 8 ക്വസ്റ്റ്യൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിൽ 5 ക്വസ്റ്റ്യൻ നമ്മൾ മാൻഡേറ്ററി ആയിട്ട് അറ്റംപ്റ്റ് ചെയ്തിരിക്കണം. ഈ പറഞ്ഞ പോലെ 400 വേർഡ്സിനായിരിക്കും നമുക്ക് പരീക്ഷ ഓരോ ക്വസ്റ്റ്യൻ നമുക്ക് 400 വേർഡ്സിന് എഴുതേണ്ടതുണ്ട്. 400 വേർഡ്സ് എന്ന് പറയുന്ന സമയത്ത് 8 പേജോളം നമുക്ക് ഒരു ആൻസർ എഴുതിയെടുക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായിട്ട് ഓരോ പരീക്ഷയും അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അതിന്റെ ഡ്യൂറേഷൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ പരീക്ഷയുടെ മാർക്കും നിങ്ങൾ കൺസേൺ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, നമ്മൾ ഇനി BPAG 171 എന്ന പേപ്പർ പരീക്ഷയ്ക്ക് അറ്റംപ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം തന്നെ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ആ ഇൻസ്ട്രക്ഷൻ കൃത്യമായിട്ട് നിങ്ങൾ വായിക്കുക. കാരണം ഈ ഇൻസ്ട്രക്ഷൻസ് നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ അകത്ത് കൃത്യമായിട്ട് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും. ആ ഇൻസ്ട്രക്ഷൻസ് വായിച്ചിട്ട് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് അല്ലെങ്കിൽ എത്ര ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് വായിക്കാൻ പറയുന്നത്. 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് BGDG 172 എന്നതിലേക്ക് വരുന്ന സമയത്ത് എന്നാൽ 5 ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് 5 ക്വസ്റ്റ്യൻസ് എഴുതിയാൽ മതിയാവും. 8 ക്വസ്റ്റ്യൻസ് പ്രൊവൈഡഡ് ആണ്. ഇതിനകത്ത് 5 ക്വസ്റ്റ്യൻസ് നമ്മൾ എഴുതിയാൽ മതി. ഇനി നമുക്ക് അടുത്തതായിട്ട് പറയുന്ന എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സിനകത്ത് വരുന്ന സമയത്ത് കുറച്ചുകൂടെ ലെസ് എഫേർട്ടാണ് നമ്മൾ ഇതിനകത്ത് കൊടുക്കുന്നത്. ലെസ് എഫേർട്ട് എന്നാൽ കുറച്ചുകൂടി ഈസി ആവുന്ന രീതിയിലാണ് പരീക്ഷ നമുക്ക് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സസ് എന്ന് പറയുന്നതിനകത്ത് നമ്മൾ പറഞ്ഞു നിൽക്കുന്നു EVS എൻവയോൺമെന്റൽ സയൻസ് ആണ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത്. ഇതിനകത്ത് നമുക്ക് വരുന്നത് മിനിമം 50 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുക. ഓക്കെ, മാക്സിമം 50 ക്വസ്റ്റ്യൻ എന്ന രീതിയിലാണ് വരുന്നത്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് EVS ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നമ്മൾ നൽകിയിരിക്കണം. ഓക്കെ, എല്ലാ ക്വസ്റ്റ്യൻസിനെയും നമ്മൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് EVS എന്ന സബ്ജക്റ്റിന്റെ എക്സാം സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന ഭാഗത്ത് വരുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്
കുറച്ചുകൂടെ കമ്പാരിറ്റീവ്ലി ഈസി എന്ന രീതിയിലാണ് എഫേർട്ട്. നമുക്കൊരു 50 നമ്മൾ എഫേർട്ടിൽ നമ്മൾ മറ്റ് രണ്ട് കോർ പേപ്പറുകൾക്കും ഇന്റർ ഡിസിപ്ലിനറി കോഴ്സിനും എടുക്കുന്ന അത്രയും എഫേർട്ട് നമ്മൾ ഇതിനകത്തേക്ക് വരുന്നില്ല. പക്ഷെ എങ്കിൽ പോലും നിങ്ങൾ എഫേർട്ട് ഇടേണ്ടതുണ്ട്. ഓക്കെ, ഇതിനകത്ത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വരുന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൻസ് എന്ന രീതിയിലായിരിക്കും വരുന്നത്. അതിൽ സെക്ഷൻ 1, 2 എന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാം, അല്ലെങ്കിൽ A, B എന്ന രീതിയിൽ നിങ്ങൾക്ക് പരീക്ഷ പേപ്പേഴ്സ് എന്ന രീതിയിലായിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കില്ലുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഭാഗം എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് എന്താണ് ഫോക്കസ് ചെയ്യുക. അതോടൊപ്പം തന്നെ ലെറ്റർ റൈറ്റിംഗ് മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത് നമ്മുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനും നമ്മുടെ കോർ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷനും എങ്ങനെയൊക്കെയാണ്, അത് നമ്മൾ ഏതെല്ലാം മേഖലകളാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നമ്മൾ എങ്ങനെയാണ് പഠനം നടത്തേണ്ടത്. ഓക്കെ, നിങ്ങളുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു, ഏതൊക്കെയാണ് നമ്മുടെ ഫോക്കസ് ഏരിയ എന്നുള്ളത് പറഞ്ഞു. ഇനി നമ്മൾ കൃത്യമായിട്ട് എങ്ങനെ നമ്മുടെ പഠനം ആരംഭിക്കണം എന്നുള്ളത് നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുക. കൃത്യമായിട്ട് നമ്മളൊരു കൃത്യമായിട്ടുള്ള ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി വേണം നമ്മളുടെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തുക. അപ്പൊ അതിന് കൃത്യമായിട്ടുള്ള ഒരു ടൈം അലോക്കേറ്റ് ചെയ്തുകൊണ്ട് എല്ലാ സബ്ജക്റ്റുകളെയും ഉൾപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ടൈം ടേബിൾ വേണം നിങ്ങൾ ഉണ്ടാക്കാനായിട്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഷെഡ്യൂൾ വേണം നിങ്ങൾ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഷെഡ്യൂൾ ഉണ്ടാക്കുന്ന സമയത്ത് കോർ സബ്ജക്റ്റുകളായിട്ട് വരുന്ന നമ്മുടെ BA സോഷ്യോളജിയുടെ കോർ പേപ്പറുകളാവുന്ന കോർ പേപ്പറുകൾക്കാണ് നമുക്ക് കൂടുതൽ മാർക്കും എഫേർട്ടും വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ കോർ പേപ്പറുകൾക്ക് കൂടുതൽ സമയം കിട്ടുന്ന രീതിയിൽ വേണം നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങളുടെ ടൈം ടേബിൾ കോർ പേപ്പർ ഉണ്ടാവുന്ന രീതിയിൽ നിങ്ങൾ ടൈം ടേബിൾ സജ്ജീകരിക്കുക അല്ലെങ്കിൽ ഷെഡ്യൂൾ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ക്രെഡിറ്റ് കൂടുതൽ വരുന്ന ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞു കോർ കോഴ്സുകളാണ്, അല്ലെങ്കിൽ 6 ക്രെഡിറ്റിന്റെ വരുന്ന പേപ്പറുകളാണ് ഇവ. അതായത് നമ്മളുടെ കോർ കോഴ്സും നമ്മളുടെ ഇന്റർ ഡിസിപ്ലിനറിലും 6 മാർക്കിനാണ്, 6 ക്രെഡിറ്റിനാണ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ കുറച്ചുകൂടെ എഫേർട്ട് ഇടണം. അതുകൊണ്ട് നിങ്ങൾ എല്ലാ ദിവസത്തെയും നിങ്ങളുടെ ഷെഡ്യൂളിനകത്ത് കോർ പേപ്പർ മാൻഡേറ്ററി ആയിട്ട് ഉൾപ്പെടുത്തി വേണം നിങ്ങളുടെ പഠനം ആരംഭിക്കുവാനായിട്ട് സാധിക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ പഠിക്കുന്ന ഓരോ കാര്യങ്ങളും എല്ലാ ദിവസവും റിപ്പീറ്റ് ചെയ്യുക. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഓർമ്മ കാണും എന്ന് കരുതി വിടേണ്ടതില്ല. അറ്റ് ദ സെയിം ടൈം നിങ്ങൾ കൃത്യമായിട്ട് ഓരോ ഭാഗങ്ങളും പഠിച്ചു എന്ന് ഉറപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ഉറങ്ങുന്നതിന് മുമ്പ് ജസ്റ്റ് അതൊന്ന് റിവൈസ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. നിങ്ങളുടെ മൈൻഡിനകത്തേക്ക് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഒന്ന് റിവൈസ് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ ഏത് രീതിയിൽ നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ട് എന്ന രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കുക. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ പഠിച്ചതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന രീതിയിലാണ് നമ്മൾ പറയുന്നത് ആക്റ്റീവായിട്ട് ഓരോ ദിവസവും കഴിയുന്ന സമയത്ത് അന്ന് പഠിച്ചതും കഴിഞ്ഞ ദിവസം തലേ ദിവസം പഠിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ റീകോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് കൃത്യമായിട്ട് ഉറപ്പ് വരുത്തുക. ഓർമ്മയുണ്ട് അല്ലെങ്കിൽ പഠിച്ച കാര്യങ്ങൾ ക്ലിയർ ആണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അത് ഉറപ്പ് കൺഫേം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡെയിലി നിങ്ങൾക്ക് ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ അത് കൃത്യമായിട്ട് റീകോൾ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ദെൻ അതോടൊപ്പം തന്നെ നിങ്ങൾ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് പഠിച്ച കാര്യങ്ങൾ റീകോൾ ചെയ്യുക എന്നുള്ളത് മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു ഘടകമാണ്. ദെൻ നിങ്ങൾ ഈ പഠിച്ച കാര്യങ്ങൾ എഴുതാനുള്ള സ്കില്ലിലേക്ക് വരുന്നുണ്ട് എന്നുള്ളത് കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഘടകമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആൻസർ റൈറ്റിംഗ് സ്കിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക. അതിനായിട്ട് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ചെയ്ത് നോക്കേണ്ടതുണ്ട്. ഉദാഹരണം നമ്മുടെ കോർ പേപ്പറിന്റെ പരീക്ഷ എന്ന് പറയുന്നത് 20 മാർക്കിനാണ് ഓരോ ചോദ്യവും ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ 20 മാർക്കിനുള്ളത് എഴുതാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പഠിച്ചത് നമ്മൾക്ക് എഴുതുവാനായിട്ട് സാധിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ എഴുതി പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഈ എഴുതി പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എക്സാമിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ കൃത്യമായിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു റൈറ്റിംഗ് സ്ട്രക്ചർ ഉണ്ടാവുക എന്നുള്ളതാണ്. പരീക്ഷ പേപ്പറിനകത്ത് നമുക്ക് കൃത്യമായിട്ടൊരു സ്ട്രക്ചർ ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ നിങ്ങൾ പരീക്ഷ ആൻസർ ചെയ്യുന്ന സമയത്ത് 20 മാർക്കിന്റെ ചോദ്യങ്ങളൊക്കെ നമ്മൾ പരീക്ഷയിൽ അറ്റംപ്റ്റ് ചെയ്യുന്ന സമയത്ത് ആൻസേഴ്സുകൾക്ക് എപ്പോഴും ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടാവണം. ഇൻട്രൊഡക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഒരു ഡെഫിനിഷൻ നിങ്ങൾക്ക് കൊടുക്കാം. ഡെഫിനിഷനിൽ നിന്ന് നിങ്ങളുടെ പരീക്ഷ സ്റ്റാർട്ട് ചെയ്യാം.
അതുകൊണ്ട് അതിന് ഒരു ഇൻട്രൊഡക്ഷൻ ഫേസസ് ഉണ്ടാവാം. ഓക്കെ, ഇൻട്രൊഡക്ഷൻ അതിന്റെ കീ ഫീച്ചേഴ്സിൽ നിന്നെല്ലാം സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പരീക്ഷയുടെ തുടക്കം ഇൻട്രൊഡക്ഷൻ ഭാഗങ്ങൾ നിങ്ങൾക്ക് എഴുതി പോവാം. ദെൻ അതിനുശേഷം ഇൻട്രൊഡക്ഷൻ എഴുതിയതിനു ശേഷം കണ്ടന്റ് എഴുതുക. ഡയറക്റ്റ് കണ്ടന്റിലേക്ക് പോവാതിരിക്കുക. കണ്ടന്റ് എഴുതുന്ന സമയത്ത് കണ്ടന്റിനകത്ത് കുറച്ച് എക്സാമ്പിൾസ് എല്ലാം നിങ്ങൾക്ക് ചേർത്ത് എഴുതാവുന്നതാണ്. ഓക്കെ, എക്സാമ്പിൾ ഫോക്കസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ എക്സാമ്പിൾ കൂടെ ആഡ് ചെയ്ത് നിങ്ങൾ പരീക്ഷ എഴുതുന്ന സമയത്ത് അത് വാല്യുവേഷൻ സമയത്ത് നമുക്ക് കുറച്ചുകൂടി അതിനെ ആ പഠിക്കുന്ന വിഷയങ്ങൾ കുറച്ചുകൂടി ഒരു റെലവൻസ് കിട്ടുന്ന രീതിയിൽ അതല്ലെങ്കിൽ അതിനൊരു കുറച്ചുകൂടി ഒരു നമുക്കൊരു അട്രാക്റ്റീവ് ആവുന്ന രീതിയിൽ നമുക്ക് പരീക്ഷ എഴുതാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ കുറച്ചുകൂടി എക്സാമ്പിൾസ് റിലേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പരീക്ഷ എഴുതാനായിട്ട് ശ്രദ്ധിക്കും. അതോടൊപ്പം തന്നെ പരീക്ഷയുടെ ഏറ്റവും അവസാനമായിട്ട് കൺക്ലൂഷൻ എന്നൊരു ഭാഗം കൺക്ലൂഷൻ കൊണ്ടുവന്ന് നിങ്ങൾ ആൻസേഴ്സ് വൈൻഡപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കൺക്ലൂഷൻ എഴുതുന്ന സമയത്ത് മിനിമം ഒരുപാട് എഴുതേണ്ടതില്ല, 3-4 സെന്റൻസിന്റെ അകത്ത് കൺക്ലൂഷൻ നമുക്ക് ഒതുക്കാനായിട്ട് സാധിക്കാം. ഈ കണ്ടന്റ് എഴുതുന്ന സമയത്ത് ഒരൊറ്റ സ്ട്രക്ചറിൽ എഴുതാതെ അതിനെ പാരഗ്രാഫ് തിരിച്ച് എഴുതുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ആൻസേഴ്സ് എഴുതുന്ന സമയത്ത് കൃത്യമായിട്ട് എന്താണ് പാരഗ്രാഫ് തിരിച്ചുകൊണ്ട് ഓരോ പാരഗ്രാഫ് അതായത് ഓരോ കണ്ടന്റ് എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ഒരു സ്ട്രക്ചർ നൽകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാരഗ്രാഫ് കൊടുക്കാനായിട്ട് പറയുന്നത്. അപ്പൊ പാരഗ്രാഫ് തിരിച്ച് നിങ്ങൾ പരീക്ഷ എഴുതുന്നത് നല്ലതായിരിക്കും. അതോടൊപ്പം തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുകളോ അല്ലെങ്കിൽ സോഷ്യോളജിസ്റ്റിന്റെ പേരോ മറ്റോ പറയുന്ന സമയത്ത് ആ ഭാഗങ്ങൾ നിങ്ങൾക്കൊന്ന് അണ്ടർലൈൻ ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് നല്ലതാണ്. നിങ്ങളുടെ ആൻസർ ഷീറ്റ് കുറച്ചുകൂടെ വാല്യുവേഷൻ സമയത്ത് കുറച്ചുകൂടെ ശ്രദ്ധിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഇത്തരം അണ്ടർലൈൻ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് എളുപ്പം സഹായകമാണ്. അതുകൊണ്ട് തന്നെ കൺക്ലൂഷൻസിന് കൃത്യമായിട്ടുള്ള നിങ്ങളുടേതായിട്ടുള്ള ഒരു പേഴ്സണൽ വ്യൂ പോയിന്റ് കൊടുത്തുകൊണ്ട് നമുക്ക് കൺക്ലൂഷൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് അത്തരത്തിൽ പരീക്ഷയുടെ ഭാഗങ്ങൾ കൃത്യമായിട്ട് പോയിന്റ് വൈസ് എഴുതുക. അതായത് നിങ്ങൾ കണ്ടന്റിലേക്ക് കിടക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കണം, കൃത്യമായിട്ട് ഓരോ ബുള്ളറ്റ് ടൈപ്പ് എഴുതിയതിനു ശേഷം അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ദെൻ നമുക്ക് വരുന്ന മറ്റൊന്നാണ് ഈ പരീക്ഷ എഴുതുന്ന സമയത്ത് നമ്മൾ ടൈം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം മാനേജ്മെന്റ് എന്നൊരു കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ എഴുതുന്നു, പറഞ്ഞു നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തി എഴുതണം എന്ന് പറഞ്ഞു, 20 മാർക്കിനാണ് നമ്മുടെ കോർ പേപ്പേഴ്സുകൾ മറ്റു പരീക്ഷകൾ വരുന്നെന്ന് പറഞ്ഞു. അപ്പോ ഈ ഇത്രയും എഴുതുന്ന സമയത്ത് ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായിട്ട് നോക്കേണ്ട കാര്യമാണ്. നമുക്ക് പഠിച്ചതെല്ലാം പരീക്ഷയ്ക്ക് വന്നു എന്നുള്ളത് കൊണ്ട് നമ്മളെല്ലാം ഒരുപാട് സമയം ഇൻവെസ്റ്റ് ചെയ്ത് ഓരോ ക്വസ്റ്റിനെയും എഴുതേണ്ടതില്ല. അറ്റ് ദ സെയിം ടൈം നമ്മൾ മാർക്കിനെ ഡിപ്പെൻഡ് ചെയ്ത് വേണം നമ്മൾക്ക് പരീക്ഷയുടെ ഉത്തരങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, നമുക്ക് അറിയാവുന്ന ചോദ്യങ്ങൾ നമ്മൾ ആദ്യം എഴുതുക. അതോടൊപ്പം തന്നെ ഈ അറിയാവുന്ന ചോദ്യങ്ങൾ എഴുതുന്ന സമയത്ത് നമ്മൾ ടൈം കൂടെ ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ആ രീതിയിൽ നമ്മൾ കൃത്യമായിട്ട് ടൈം മാനേജ് ചെയ്യുക. ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആദ്യം എഴുതി പോവുക. അറിയാത്ത ചോദ്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് സമയം ആലോചിച്ച് സമയം കളയേണ്ടതില്ല. അതുകൊണ്ട് ഏറ്റവും എളുപ്പത്തിൽ എഴുതാൻ പറ്റുന്ന അല്ലെങ്കിൽ എളുപ്പത്തിൽ മനസ്സിലാവുന്ന ഉത്തരങ്ങൾ ആദ്യം തന്നെ എഴുതി പോവുക എന്നുള്ളതാണ് നമുക്ക് ടൈം മാനേജ്മെന്റ് അകത്ത് ചെയ്യുന്നത്. ഇനി നമ്മളുടെ ഈ ടൈം മാനേജ്മെന്റ് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്ത് പോവാം. അതായത് ടൈം മാനേജ്മെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എളുപ്പ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കുന്ന ഓരോ കാര്യത്തിനും കൃത്യമായിട്ടുള്ള പോയിന്റുകൾ തയ്യാറാക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളൊരു തിയറി പഠിക്കുന്ന സമയത്ത് ആ തിയറി കൊണ്ടുവന്നിരിക്കുന്നത് ആരാണ്, ആ തിയറിയുടെ മെയിൻ കോണ്ടന്റ് എന്താണ്, അതുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടന്റ് എന്താണ്, ഓക്കെ, ഇത് നമ്മുടെ സൊസൈറ്റിയുമായിട്ട് എങ്ങനെ കണക്ട് ആയിരിക്കും, ഇങ്ങനെ കാര്യങ്ങൾ നിങ്ങൾ പോയിന്റ് ചെയ്തതിനു ശേഷം ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിരിക്കും നിങ്ങൾ ഇപ്പൊ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അതിനൊരു സമ്മറി, ഒരു ഷോർട്ട് നോട്ടായിട്ട് തയ്യാറാക്കിയതിനു ശേഷം അതിനെ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് കൂടെ നിങ്ങൾ നോക്കുക. ഓക്കെ, ഈ രീതിയിലാണ് നമ്മൾ എഴുതേണ്ടത്. ഇനി നമ്മളുടെ ടൈം മാനേജ്മെന്റിനോടൊപ്പം തന്നെ നമ്മൾ എഴുതുന്ന രീതി കൂടെ പറയുവാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് പറയുവാണെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എഴുതുന്ന സമയത്ത് ഓരോ പോയിന്റിനെയും കണ്ടന്റ് നമ്മൾ എസ്സേസൊക്കെ എഴുതുന്ന സമയത്ത് ആദ്യം നിങ്ങൾ അതിന്റെ ഫീച്ചേഴ്സോ അല്ലെങ്കിൽ അതിനെ ബുള്ളറ്റ് പോയിന്റിലേക്ക് നിങ്ങൾ പോയിന്റുകൾ എഴുതിയതിനു ശേഷം അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതും നിങ്ങൾക്ക് കുറച്ചുകൂടി നിങ്ങളുടെ ആൻസേഴ്സ് കുറച്ചുകൂടി ശ്രദ്ധിക്കുന്നതിന് കാരണമാവും. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ അത് നമ്മൾ പരീക്ഷയുടെ ഒരു മിനിമം ഒരു 10-15 മിനിറ്റെങ്കിലും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് മുൻപായിട്ട് നിങ്ങളുടെ ആൻസേഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഒരു റിവൈസ് ചെയ്യാനുള്ള ഒരു സമയം കൂടെ നിങ്ങൾ അതിനകത്ത് കണ്ടെത്തുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഇനി നമ്മൾ ഇത്രയും പറഞ്ഞതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ കൃത്യമായിട്ടുള്ള കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പഠനം മാത്രമേ നമ്മൾക്ക് എപ്പോഴും സക്സസിലേക്ക് നമ്മളെ നയിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോവുക.
കൃത്യമായിട്ട് എല്ലാ ദിവസവും നിങ്ങൾ എല്ലാ വിഷയവും പഠിക്കുന്നുണ്ടെന്നുള്ള ഉറപ്പ് വരുത്തുക. അതോടൊപ്പം തന്നെ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ റീകോൾ ചെയ്യുക. മറ്റൊരു കാര്യമായിട്ട് പറയുന്നത്, നിങ്ങൾക്ക് പലപ്പോഴും കണ്ടിന്യൂസ് ആയിട്ടുള്ള പഠനം നിങ്ങൾക്കൊരു, അതായത് ഒരു സബ്ജക്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 1 hour കൂടുതൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് നേരിടേക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ റീഫ്രഷ് ചെയ്യുന്ന രീതിയിൽ റീഫ്രഷ് ചെയ്യേണ്ടതുണ്ട്. നമ്മൾക്കൊരു സ്ട്രെസ് ഫ്രീ ആയിട്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയം ഒരുപാട് ചിലപ്പോൾ പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു ചെറിയ ഒരു റീഫ്രഷ്മെന്റുകൾ നടത്തുക. ഈ റീഫ്രഷ്മെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സോഷ്യൽ മീഡിയയോ അല്ലെങ്കിൽ മറ്റ് പുറത്തുള്ള യാത്രകളോ അല്ല. അറ്റ് ദ സെയിം ടൈം നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായി ചെറിയ ബ്രേക്ക് എടുക്കുക, ചെറിയ റീഫ്രഷ്മെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അതിനുശേഷം പഠനം വീണ്ടും ആരംഭിക്കുക. ഈ പഠനം റീഫ്രഷ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ ഒരു സബ്ജക്ട് തന്നെ 1 മണിക്കൂറിൽ കൂടുതൽ പഠിക്കുന്ന സമയത്ത് പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും ടൈം ഡിപ്പെൻഡന്റ് ചെയ്തുകൊണ്ട്, അതായത് നിങ്ങൾക്ക് എത്ര മണിക്കൂർ ഒരു സബ്ജക്റ്റിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാം എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നിങ്ങളിപ്പോ ഉദാഹരണത്തിന് 10 to 11 എന്ന രീതിയിൽ നിങ്ങൾ ഒരു സബ്ജക്ട് പഠിക്കുന്നു. ദെൻ 11 to 12 എന്ന രീതിയിൽ നിങ്ങൾക്ക് ഒരു സബ്ജക്ട് കണ്ടിന്യൂ ചെയ്ത് പഠിക്കാൻ, രാവിലെ പഠിച്ച അതേ സബ്ജക്ട് തന്നെ വീണ്ടും കണ്ടിന്യൂ ചെയ്ത് പഠിക്കുന്നതിൽ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉടനെ അടുത്ത പേപ്പർ, അടുത്ത സബ്ജക്ട് നിങ്ങൾക്ക് എടുത്ത് പഠിക്കാവുന്നതാണ്. ഇത് നിങ്ങളുടെ ബ്രെയിനെ ഒന്ന് റീഫ്രഷ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്ട് കംപ്ലീറ്റ്ലി നമ്മളെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവില്ല. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നത്. അബ്സ്ട്രാക്ട് സെൻസിൽ നിന്നൊന്നും തന്നെ നമ്മളത് പഠിച്ചെടുക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് പഠനത്തിന് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് എഴുതാവുന്ന കാര്യങ്ങളെ സോഷ്യോളജിക്കകത്ത് പഠിപ്പിക്കുന്നുള്ളൂ. പക്ഷെ നിങ്ങൾ ആ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് ചെറിയൊരു അക്കാദമിക്കൽ ടേംസ് രീതിയിലാണ് സോഷ്യോളജി പഠിക്കുന്നു, അല്ലെങ്കിൽ അക്കാദമിക്കൽ ആയിട്ടുള്ള രീതിയിൽ പുതിയ കോൺസെപ്റ്റുകളും മറ്റും നമ്മൾ പറയുന്നു എന്നുള്ളത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് സോഷ്യോളജി എന്ന സബ്ജക്റ്റിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്റ്റ് വളരെ ഈസിയാണ്. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പം നല്ല രീതിയിൽ അതിന്റെ ബേസിക് കോൺസെപ്റ്റുകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരീക്ഷയെ അഭിമുഖീകരിക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത ഒരാളാണോ? അല്ലെങ്കിൽ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇഗ്നുവിൽ നിന്ന് ഡിഗ്രി PG MBA ഒക്കെ നേടാം. 22ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺവൈസിൽ അവൈലബിൾ ആണ്. കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും. ലേൺവൈസിൽ നിന്ന് മുമ്പ് പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഒട്ടും സമയം കളയണ്ട, എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.